ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് സബോളയിൽ ഇഷ്ടി കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉരുളക്കിഴങ്ങ് സബോള അരിഞ്ഞിട്ട് അതിൽ പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വേപ്പില, ഒരു കതിര് അതിലേക്ക് എടുത്തിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ്, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ, നാടൻ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി. കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തതിടുക. 2 സ്പൂൺ അതിൽ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. എനിക്ക് എരിവ് വേണം, അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലിട്ടു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. അതൊഴിച്ച് കഴിഞ്ഞിട്ട് നന്നായി കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കൂട്ടി വയ്ക്കുക. കുറച്ച് നേരം ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ കറിക്ക് രുചി ഉണ്ടാവും. നല്ലപോലെ തിരുമ്മി വയ്ക്കണം കേട്ടോ. നന്നായി ഇങ്ങനെ ആക്കി ഇങ്ങനെ വയ്ക്കുക കുറച്ച് നേരം. അപ്പോഴേക്കും അതിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും, ഉരുളക്കിഴങ്ങിൽ സബോളയിലൊക്കെ ഈ മുളകും മസാല കൂട്ടൊക്കെ. ഇഞ്ചി ചതച്ചിട്ടാണെങ്കിൽ ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി ഇടേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഇട്ടുമ്പോൾ വെളുത്തുള്ളിയിൽ കുത്തു കൂടുതലായിരിക്കും. അപ്പോൾ ചിക്കൻ കറി വയ്ക്കുന്ന പോലെ ചെറിയൊരു സാധാരണ ഒരു വെപ്പാണ് വയ്ക്കുന്നത്. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ അവിടെ വയ്ക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയും വീഡിയോ ഇടാൻ പറയാം എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഇട്ടതാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക. അധികം വെള്ളം വേണ്ട കേട്ടോ. ഒരു 1.5 കപ്പ് അങ്ങനെ 2 കപ്പ് അതിന് വെള്ളം ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയിലേക്കൊക്കെ പിടിച്ച് വരണം. അപ്പം ഇങ്ങനെ കുറേ തിരുമ്മി കൂട്ടുക. വെള്ളം ഇത്ര മതി. വെള്ളം ഒന്ന് സെറ്റാക്കുക ഇളക്കിയിട്ട്. എന്നിട്ട് മസാല കുരുമുളകും കൂടിയിട്ട് ചേർക്കുക. തീ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറി റെഡിയാവും. അടച്ച് വയ്ക്കണം കേട്ടോ. കറി അടച്ച് വെച്ചില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അടച്ച് വയ്ക്കുക. നന്നായി തീ കത്തിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ തീരെ സ്പീഡ് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വറ്റാണ്ട്. ഇനി ആ ചട്ടിയിൽ ചൂടിൻ്റെ ഇതിലുകൊണ്ട് അത് വെള്ളം വറ്റിക്കോളും. തീയൊക്കെ കുറച്ച് വയ്ക്കുക. കുറച്ച് നേരം അടുപ്പം ഇങ്ങനെ വെച്ചോ, കുഴപ്പമില്ല. ഞാൻ കുറച്ച് നേരം അടുപ്പം ഇങ്ങനെ വെച്ചു. കുറച്ച് നേരം അങ്ങനെ അടച്ച് വെച്ചു ഞാൻ. വേറെ ജോലിയൊക്കെയുള്ള കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഇങ്ങനെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തിരി വൈകിപ്പോയി. ചോറൊക്കെ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ കറിയുടെ വീഡിയോ അല്ലേ വേണ്ടതെന്ന് വെച്ചപ്പോൾ കറിയുടെ വീഡിയോ ഇടാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടത്. തീയൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. വിറകൊക്കെ ഞാൻ മാറ്റി വെച്ചു, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുക. കറി ഇറക്കാറായി. അപ്പോൾ ഇനി ഇറക്കി വെച്ചു ഞാൻ. ഈ ചോറും കറിയും ഞാൻ കഴിക്കാനായിട്ട് നിൽക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും നേരം വരെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. ഈ വീഡിയോ കൊണ്ട് ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം.